ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിൽ തരംഗമായ MCG കുറിച്ചാണ്. മാഗ്നെറ്റോ കാർഡിയോഗ്രാം. ഇത് ECG ഇല്ലാതാക്കാൻ പോവുകയാണോ? സാധാരണ നമുക്കറിയാവുന്ന എല്ലാ ഹാർട്ട് ടെസ്റ്റുകളെക്കാളും വിപ്ലവകരമായ ഒരു ടെസ്റ്റ് ആണോ ഇത്? ഇതിന് പിന്നിലുള്ള യാഥാർത്ഥ്യം എന്താണ് നമുക്ക് നോക്കാം. ആദ്യമായി നമുക്ക് ECGയും MCGയും എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഹൃദയത്തിന്റെ മിടിപ്പിന്റെ കാരണം ഇലക്ട്രിസിറ്റിയാണ്, കറണ്ടാണ്. ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് പറയുന്ന ECG ഹൃദയത്തിലെ ഈ കറണ്ടിനെയാണ് അളക്കുന്നത്. എന്നാൽ പേര് സൂചിപ്പിക്കുന്ന പോലെ മാഗ്നെറ്റോ കാർഡിയോഗ്രാം ഹൃദയത്തിനകത്തെ മാഗ്നറ്റ് അഥവാ കാന്തശക്തിയാണ് അളക്കുന്നത്. ഹൃദയത്തിനകത്ത് എവിടെയാണ് കാന്തശക്തി ഉള്ളത്? നമ്മൾ അറിയേണ്ടത് ഇലക്ട്രിസിറ്റി എവിടെയൊക്കെയോ ഒഴുകുന്നുണ്ടോ അവിടെ അതിന്റെ ഭാഗമായിട്ട് കാന്തിക ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഹൃദയത്തിലുള്ള ഈ കാന്തിക ഫീൽഡ് എന്ന് പറയുന്നത് വളരെ 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 ചെറുതാണ്. അതുകൊണ്ട് തന്നെ ഇത് അളക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ എന്തിനാണ് മാഗ്നറ്റിക് ഫീൽഡ് അളക്കുന്നത്? മാഗ്നറ്റിക് ടെക്നിക്കിന് ഒരു മെച്ചമുണ്ട്. ഇലക്ട്രിസിറ്റി നമ്മുടെ കോശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് വികലമാക്കപ്പെടുന്നുണ്ട്. എന്നാൽ കാന്തശക്തിക്ക് ഈ പ്രശ്നമില്ല. എല്ലിലൂടെ പോയാലും മസിൽസിലൂടെ പോയാലും കൊഴുപ്പിലൂടെ പോയാലും ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ട് തന്നെ മാഗ്നറ്റിക് ഫീൽഡ് കുറച്ച് ശുദ്ധമായിരിക്കും. അപ്പോൾ ഈ ഹൃദയത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് നമ്മൾ അളക്കുക? ഇതിന് വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഉപകരണം വേണം. അതാണ് സ്ക്വിഡ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സ്ക്വിഡ് ടെക്നോളജി പ്രവർത്തിക്കണമെങ്കിൽ അതിശക്തമായ തണുപ്പ് വേണം. എത്രത്തോളം എന്ന് വെച്ചാൽ അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ അഥവാ -270 ഡിഗ്രി തണുപ്പ് വേണം. അത് കിട്ടണമെങ്കിൽ ലിക്വിഡ് ഹീലിയം തന്നെ വേണം. ഇപ്പോൾ നിങ്ങൾക്ക് പ്രശ്നം മനസ്സിലായില്ലേ? MCG പ്രവർത്തിക്കണമെങ്കിൽ വലിയ സെറ്റപ്പ് വേണം, സ്പെഷ്യൽ എക്യുപ്മെന്റ് വേണം, അതിനായിട്ട് ഷീൽഡ് ചെയ്ത റൂം വേണം. ലിക്വിഡ് ഹീലിയം ഇല്ലാത്ത മെഷീനുകളുണ്ട്, പക്ഷേ അത് വളരെയധികം ചെലവേറിയതാണ്. എന്നാൽ ECG എങ്ങനെയാണ് നമുക്കറിയാം. ആ മെഷീൻ എവിടേക്ക് വേണമെങ്കിലും കയ്യിലെടുത്ത് കൊണ്ടുപോകാം. ഒരു സെറ്റപ്പിന്റെ ആവശ്യമില്ല. ആംബുലൻസിൽ ഉപയോഗിക്കാം, വീട്ടിൽ ഉപയോഗിക്കാം, ക്ലിനിക്കിൽ ഉപയോഗിക്കാം. അപ്പോൾ MCGക്ക് എന്താണ് ECGയേക്കാളും മെച്ചമുള്ളത്? പറയപ്പെടുന്നത് ഹൃദയത്തിലേക്കുള്ള രക്തോട്ടക്കുറവിന്റെ പ്രശ്നങ്ങൾ കുറച്ച് മുൻപേ കണ്ടുപിടിക്കാൻ ചിലപ്പോൾ MCGക്ക് സാധിച്ചേക്കാം. അതുപോലെ തന്നെ ഹൃദയത്തിന്റെ മിടിപ്പിന്റെ താളം തെറ്റിലുള്ള ഭാഗം മാപ്പ് ചെയ്യാൻ MCGക്ക് സാധിച്ചേക്കാം. ഹൃദയത്തിന്റെ മാംസപേശികളുടെ കേടുകൾ തുടക്കത്തിൽ കണ്ടുപിടിക്കാൻ MCGക്ക് സാധിച്ചേക്കാം. ഏറ്റവും വലിയ മെച്ചം ECG പോലെ ഇലക്ട്രോഡ് ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ തൊലിക്ക് അസുഖമുള്ളവർക്ക്, പൊള്ളലേറ്റവർക്ക്, പ്രസവിച്ച ഉടനെയുള്ള കുട്ടികൾക്ക് ഒക്കെ MCG ഉപകാരപ്പെട്ടേക്കാം. MCG ഇപ്പോൾ ഉപയോഗിക്കുന്നത് കൂടുതലും റിസർച്ചിനാണ്, ക്ലിനിക്കൽ ട്രയലുകൾക്കാണ്. കൃത്യമായിട്ടുള്ള ഒരു ഉപയോഗം എനിക്ക് തോന്നിയിട്ടുള്ളത് ഗർഭാവസ്ഥയിലുള്ള ശിശുവിന്റെ ഹൃദയമിടിപ്പിന്റെ ചെക്കപ്പിന് MCG ഉപകാരപ്പെടും. ഗർഭാവസ്ഥയിൽ ECG എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഹൃദയമിടിപ്പ് താളം തെറ്റലിന് MCG ഉപയോഗിക്കാം. പക്ഷേ അതിനേക്കാളും നല്ല EP ടെസ്റ്റുകൾ ഇപ്പോൾ തന്നെ ലഭ്യമാണ്. ഹൃദയ മാംസപേശികളുടെ പ്രശ്നങ്ങൾ പലപ്പോഴും MRI ടെസ്റ്റിലും സിമ്പിൾ ആയിട്ടുള്ള എക്കോ ടെസ്റ്റിലും കണ്ടെത്താവുന്നതേ ഉള്ളൂ. MCG ഈ അടുത്ത കാലത്തൊന്നും ECGക്ക് പകരമാവില്ല എന്ന് പറയാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഇതിന്റെ ചെലവ് തന്നെയാണ്. നമുക്കറിയാം ECG വളരെ ചെലവ് കുറഞ്ഞ ഒരു ടെസ്റ്റാണ്. പക്ഷേ MCG വളരെ ചെലവേറിയതാണ്. അതിന്റെ മെയിൻ്റനൻസ് വേണം, അതിന് പ്രത്യേക സെറ്റപ്പ് വേണം, അതിനായിട്ട് ആളുകളെ ട്രെയിൻ ചെയ്തെടുക്കണം. അതുകൊണ്ട് തന്നെ ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം ECGക്ക് പകരം MCG ആക്കുന്നത് ഒരു നഷ്ടക്കച്ചവടമായിരിക്കും. രണ്ടാമത്തത് ECG എടുക്കാൻ ഒരു ടെക്നീഷ്യനോ നഴ്സോ മതി. MCGക്ക് സ്പെഷ്യൽ ആളുകൾ തന്നെ വേണം. അതുകൊണ്ട് ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത് കുഞ്ഞു കുഞ്ഞു ക്ലിനിക്കിലൊന്നും ഇത് സാധ്യമല്ല. മൂന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ MCG എന്ന ടെസ്റ്റിനെ കുറിച്ച് ഇപ്പോഴും റിസർച്ച് നടക്കുന്നേ ഉള്ളൂ. മെഡിക്കൽ സയൻസിൽ ഇത് നല്ല രീതിയിൽ അംഗീകരിക്കപ്പെടണമെങ്കിൽ ഇനിയും ഒരുപാട് പഠനങ്ങൾക്ക് കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല രാജ്യത്തും ഇതിന് അപ്രൂവൽ കിട്ടിയിട്ടില്ല. ഒരു പ്രധാന കാര്യം, ഹൃദയത്തിലെ ഇലക്ട്രിക്കൽ മാറ്റങ്ങളോ മാഗ്നറ്റിക് മാറ്റങ്ങളോ കൊണ്ട് ഹൃദ്രോഗം മുൻകൂട്ടി കണ്ടെത്താനോ തടയാനോ സാധിക്കണമെന്നില്ല. ECGക്കും MCGക്കും അതിൻ്റെതായ പരിമിതികളുണ്ട്. ഹൃദയ ചികിത്സയിൽ ഒരു ടെസ്റ്റിന് പകരം മറ്റൊന്ന് എന്നതിലുപരി പല ടെസ്റ്റുകളും ഒന്നിനൊന്ന് സഹായിക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ ECG എടുക്കുന്ന വ്യക്തിക്ക് തന്നെ എക്കോ ടെസ്റ്റ് വേണ്ടി വന്നേക്കാം, TMT വേണ്ടി വന്നേക്കാം, കാൽഷ്യം സ്കോറിംഗ് വേണ്ടി വന്നേക്കാം, CT ആൻജിയോഗ്രാം വേണ്ടി വന്നേക്കാം. ഇതിലേത് വേണമെന്ന് ഓരോ അവസ്ഥക്കനുസരിച്ച് ഡോക്ടർമാർ തീരുമാനിക്കുകയാണ് ചെയ്യുക. MCG ഇതിനൊന്നും ഒരു പകരക്കാരനല്ല.